ഹലോ, ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരാളെ പറ്റി മനസ്സിൽ വിചാരിക്കുക. നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക. ആ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ആ വ്യക്തി ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് ഇപ്പോഴത്തെ അവരുടെ കറണ്ട് സിറ്റുവേഷൻ. യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ അറിയാം. എങ്ങനെയെല്ലാമാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ. എന്താ ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ? ആരോ എന്തോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. യൂണിവേഴ്സ് നിങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനം എടുക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ഇവിടെ ജഡ്ജ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്, ജസ്റ്റിസ് ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങളോട് എന്തോ തെറ്റ് ചെയ്തിട്ട് പോയ ആളാണ്, നിങ്ങളോട് എന്തോ കാണിച്ചിട്ട് പോയ വ്യക്തിയാണ്. ആളിപ്പോൾ ഒരു റീയൂണിയന് വേണ്ടി തിരിച്ചു വരികയാണ്. സോറി പറഞ്ഞുകൊണ്ടാവാം, എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചുകൊണ്ടാവാം, ചിലപ്പോൾ ഒന്നും പറയാതെ എന്തെങ്കിലും നിങ്ങളുടെ ഒരു ഫേസ്ബുക്കോ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലൊരു ചെറിയ ലൈക്കോ കമൻറ്റോ നിങ്ങളുടെ ഫ്രണ്ട്സ് ത്രൂ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ, എല്ലാം എത്രയും പെട്ടെന്ന് പ്രതീക്ഷിക്കാം. എത്രയും പെട്ടെന്ന് ഞാൻ പറയുമ്പോൾ ഒരു 8 ദിവസം അല്ലെങ്കിൽ ഒരു 8 ആഴ്ചയ്ക്കുള്ളിലൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ. ആള് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് എന്തോ ആൻസൈറ്റി ഇഷ്യൂസോ അല്ലെങ്കിൽ പേടി അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. ഇതുവരെയായിട്ടും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതാണ് കാര്യം. പക്ഷെ ആൾക്ക് ഇങ്ങനെയുള്ള നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ട്. ഭയങ്കര ടോക്സിസിറ്റിയാണ് കാണുന്നത്. ടോക്സിസിറ്റി, തേർഡ് പാർട്ടി ഉണ്ട് ഇവിടെ. നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി ഉണ്ട്. അതുകൊണ്ടാണ് ആള് ഹോൾഡ് ചെയ്ത് ഇരിക്കുന്നത്, ആളൊന്നും പറയാണ്ടിരിക്കുന്നത് തേർഡ് പാർട്ടിയുടെ പ്രശ്നം കൊണ്ടാണ്. അവർ ഭയങ്കര ടോക്സിക്കാണ് കേട്ടോ. ടോക്സിക്കാണ് നിങ്ങളുടെ ഇടയിലുള്ള തേർഡ് പാർട്ടി വ്യക്തികളാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വളരെ ടോക്സിക്കാണ്. അതുകൊണ്ടാണ് ആൾ ഇതുവരെയായിട്ടും വരാത്തത്. ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ അടുത്തുള്ളവരല്ല എന്നുള്ളതാണ്. നിങ്ങൾ ദൂരെയുള്ളവരാണ്. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. ഇല്ലെങ്കിൽ നിങ്ങളധികം മിണ്ടുന്നുണ്ടാവില്ല, ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ട് പോയിരിക്കാം. ഇവിടെ വെയിറ്റിംഗ് ആണ്. ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയും റീയൂണിയന് വേണ്ടിയും ആള് വെയിറ്റ് ചെയ്യുന്നു കേട്ടോ. നിങ്ങളുടെ പാസ്റ്റ് പേഴ്സൺ ആണ്. ഇപ്പോൾ ഉള്ള ഒരാളെ പറ്റിയല്ല, ഇത് പാസ്റ്റ് കണക്ഷൻ ആണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ട് അറിയാവുന്നൊരു വ്യക്തിയാണ്, ഇല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്ന ആളാണ്. ആള് നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ ത്രൂവും ഒക്കെ ആയിട്ട് സ്പൈ ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ത്രൂവോ ആരൊക്കെയോ വഴി നിങ്ങൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ ഇരിക്കുന്നു എന്നെല്ലാം അറിയുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ ആളുടെ ഒരു എനർജി. ഇവിടെ നിങ്ങളുടെ പാസ്റ്റിൽ എന്തെല്ലാമാണോ സംഭവിച്ചത് അതിനൊക്കെ ഒരു ഡെത്ത് വരുന്നുണ്ട് എന്നാണ് എനിക്ക് കാണുന്നത്. ഡെത്ത് വരുന്നുണ്ട്. നിങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനമാകും കേട്ടോ. ആള് പാഞ്ഞു വരുന്നുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ എന്തോ അൺഫിനിഷ്ഡ് ബിസിനസ് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ആള് തിരിച്ചു വരുന്നത് കേട്ടോ. ആള് തിരിച്ചു വന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ തിരിച്ചു വന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളൊക്കെ പലരും സ്പിരിച്വലാന്ന് തോന്നുന്നുണ്ടല്ലോ. സ്പിരിച്വലാണ്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്, സ്പിരിച്വലാണ്. അതുകൊണ്ടാണ് ആള് വരുന്നത്. തൽക്കാലം ആളൊരു സ്റ്റക്കായിട്ടുള്ള അവസ്ഥയിലാണ്. നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റക്കായ അവസ്ഥയിലാണെന്നുള്ളത്.
പക്ഷെ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആളും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അറിയാതെയെങ്കിലും ആൾ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൾ വരുന്നത് ഒരു ലോയൽ റിലേഷൻഷിപ്പ് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ലോയൽ കമ്മിറ്റ്മെൻറ്റ് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾ വരുന്നത്. അങ്ങനെയാണ് എനിക്ക് കാണുന്നത് കേട്ടോ. തേർഡ് പാർട്ടി പോയിട്ടൊന്നുമില്ല കേട്ടോ. തേർഡ് പാർട്ടി അവിടെ ഇരിപ്പുണ്ട്, പക്ഷേ ആള് വരുന്നുണ്ട്. ആൾക്ക് വരണം എന്നാണ്. തേർഡ് പാർട്ടി ഒന്നും ആള് മൈൻഡ് ചെയ്യുന്നില്ല. ആൾക്ക് വരണം എന്നുള്ളതാണ്. മേ ബി തേർഡ് പാർട്ടിയിൽ നിൽക്കുന്നതൊരു ഫീമെയിൽ എനർജി ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും പാസ്റ്റിൽ സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾക്കൊരു മാറ്റം സംഭവിക്കുന്നു എന്നാണ് എനിക്കിവിടെ കാണുന്നത്. അപ്പോൾ എന്തായാലും ആള് വരുന്നുണ്ട്. നമുക്ക് ഗാർഡിയൻ ഏഞ്ചൽസിന് എന്താ പറയാനുള്ളതെന്ന് നോക്കാം ഈ ഒരു സിറ്റുവേഷനിൽ കേട്ടോ. ഗാർഡിയൻ ഏഞ്ചൽസ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഈ ഒരു സിറ്റുവേഷനിൽ അവർ എന്താണ് അറിഞ്ഞിരിക്കാനുള്ളത്, എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് ഉള്ള മെസ്സേജ്? ഓക്കെ, നിങ്ങൾ അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അതാണ് എനിക്കിവിടെ കാണുന്നത്. ഇവിടെ ഏത് സമയവും ഈ ചിന്തയിൽ മുഴുകിയിരിക്കേണ്ട എന്നുള്ളൊരു മെസ്സേജാണ് വരുന്നത് കേട്ടോ. നിങ്ങൾ അത്യാവശ്യം നിങ്ങളുടെ ലൈഫ് കൊണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആളാണ്. ബ്രില്യൻ്റ് ആണ്. എല്ലാ കേപ്പബിലിറ്റീസും നിങ്ങൾക്കുണ്ട്. കാണുന്ന ആൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും, അത് സത്യമാണ്. പക്ഷെ അത് തന്നെ ചിന്തിച്ചുകൊണ്ട് സമയം പാഴാക്കി കളയണ്ട എന്നുള്ളൊരു മെസ്സേജാണ് വരുന്നത് കേട്ടോ. സെൽഫായിട്ട് അതിൽ തന്നെ മുഴുകിയിരിക്കേണ്ട, കുറച്ചുകൂടെ സ്ട്രോങ് ആവുക കേട്ടോ. കുറച്ചുകൂടെ സ്ട്രോങ് ആവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കുക, അത് തന്നെ ആലോചിച്ചുകൊണ്ട് കുത്തിയിരിക്കേണ്ട. എന്തായാലും നിങ്ങളുടെ വ്യക്തിക്കൊരു ചേഞ്ച് വരുന്നുണ്ട്. ചേഞ്ച് വരുന്നുള്ളത് കൊണ്ടാണ് ആൾ വരുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ അത് തന്നെ ചിന്തിച്ചിരിക്കേണ്ട എന്നുള്ളൊരു മെസ്സേജാണ് കാണുന്നത്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, നിങ്ങളെ ഫോക്കസ് ചെയ്യുക. എപ്പോഴും ഞാൻ പറയുന്നതാണ്, അവർ വരുവോ പോവോ ചെയ്തോട്ടെ, അവരെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഒരു വാല്യൂം തരില്ല. അതുകൊണ്ട് അവർ വന്നാലും ശരി അവർ പോയാലും ശരി, യു ഫോക്കസ് ഓൺ യുവർ സെൽഫ്, യു ലവ് യുവർ സെൽഫ്. സെൽഫ് ലവ്, സെൽഫ് ഫോക്കസ് കേട്ടോ. മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കല്ല, അവർക്ക് തന്നെ അത് ഇറിറ്റേഷനായിരിക്കും. എപ്പോഴും അവരെ തന്നെ ചിന്തിച്ചിരിക്കുക. ആ ഒരു ഇതിൽ നിന്ന് നിങ്ങൾ മാറിയെന്നാണ് ഇവിടെ എനിക്ക് കാണുന്നത്. എങ്കിൽ പോലും അവർ വന്നാൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാനിരിക്കുന്ന ഒരു മനസ്സും നിങ്ങൾക്കുണ്ട് എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർക്ക് തന്നെ അതൊരു ഇറിറ്റേഷനായിരിക്കും. ഏത് സമയവും അവരെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, എന്തൊരു ശല്യമാണ്, ആ ഒരു ഇത് വരും. അതുകൊണ്ട് അവരെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുമൊന്നും വേണ്ട, അവർ വരട്ടെ, അവരിങ്ങോട്ട് വരട്ടെ. അവർ വരുമ്പോൾ വരട്ടെ. വന്നാലും നിങ്ങൾ കാണിക്കേണ്ട രീതി എന്ന് വെച്ചാൽ പോയാലും കുഴപ്പമൊന്നുമില്ല. നിൽക്കുന്നെങ്കിൽ ഓക്കെ നിന്നോളുക. അതല്ലാതെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരും നിൽക്കേണ്ട ആവശ്യമില്ല. വരുവാണെങ്കിൽ വരട്ടെ, പോകുവാണെങ്കിൽ പോയിക്കോട്ടെ. നിങ്ങൾ ആ ഒരു മൈൻഡിലേക്ക് എത്തുമ്പോഴാണ് ഇവർ ശരിക്കും റിയലൈസേഷൻ ഉണ്ടാവാൻ പോകുന്നത്. ഇവർക്ക് റിയലൈസേഷൻ വരിക അപ്പോഴാണ് കേട്ടോ. ഇപ്പോൾ അവർ ഷിറ്റ് ഷോയിൽ കൂടെ പോവാണ്. അവർക്കിപ്പോൾ കാര്യങ്ങൾ ആലോചിച്ചിട്ട് വിഷമമാണ്. അവർ വല്ലാത്തൊരു കർമ്മം അനുഭവിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ടെങ്കിലും. അതുകൊണ്ടാണ് ഇപ്പോൾ വരുന്നത്, സ്പീഡിൽ വരുന്നത്. അതുകൊണ്ട് അവർ റിയലൈസേഷൻ ഉണ്ടായിട്ട് വേണം വരാൻ. ചെറിയ റിയലൈസേഷൻസ് അവർക്ക് ഉണ്ടാകുന്നുണ്ട്, നല്ലതുപോലെ വരണം. എന്നിട്ട് വേണം ആ ചേഞ്ച് സംഭവിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക കേട്ടോ. സെൽഫ് ലവ് ചെയ്യുക, അല്ലാതെ അവരെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ ഇന്നത്തെ റീഡിങ് റെസൊനേറ്റ് ആയിട്ടുള്ളവരൊക്കെ ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക, തിരിച്ചു വന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി നിങ്ങൾ ക്ലെയിം ചെയ്യുക കേട്ടോ. ക്ലെയിം ചെയ്യുക, യൂണിവേഴ്സിനോട് താങ്ക്സ് പറയുക. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.